പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. പറകവീര പറയുകെന്നുടെ ശീർഷമുന്നതമെൻ ശിരസിൻ മുന്നിൽ ഹിമവത് ശൈലശൃംഗം വിനയപൂർവം തലകുനിപ്പു പറകധീര. ഗോളിയർ റൈൻസിൻ്റെ സ്റ്റോറുകൾ ഓരോന്നും പരിശോധിച്ച് നോക്കിയപ്പോൾ ഒന്നാം തരം മുളയും മരങ്ങളും ഒക്കെയാണ്, കുറഞ്ഞതൊന്നുമല്ല. അപ്പോൾ ഇതെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. വനവിഭവങ്ങൾക്ക് ബെർളയുമായിട്ട് ഗോളിയർ റൈൻസുമായിട്ടുള്ള അന്നത്തെ ഗവൺമെന്റിന്റെ കരാറ് ഞാൻ പഠിച്ചപ്പോൾ പറയുന്നത് പൾപ്പുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കൺസെഷൻ റേറ്റും അല്ലെങ്കിൽ മാർക്കറ്റ് വിലയുമാണ് ഗവൺമെന്റിന് നൽകേണ്ടത്. ആ മാർക്കറ്റ് വില അനുസരിച്ച് 18.5 കോടി രൂപയുടെ ആസ്തിയാണ് അവിടെ കിടന്നത്. അതാണ് ഇതിൽ 22 ലക്ഷം കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ 22 ലക്ഷം തുച്ഛമായ വിലയാണെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ലേലം ചെയ്തപ്പോൾ 98 ലക്ഷം കിട്ടി. അപ്പോൾ 98 ലക്ഷം കിട്ടിയപ്പോൾ തന്നെ ആദ്യത്തെ തുച്ഛമായിരുന്നു എന്നുള്ള വ്യക്തമാണ്, കുറഞ്ഞതല്ലെന്നും തെളിഞ്ഞു. എന്നിട്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ അന്വേഷിച്ചില്ല. 98 ലക്ഷത്തിന് അതങ്ങ് കോൺട്രാക്ട് കൊടുത്ത് അത് പൈസ വാങ്ങി എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള അഴിമതി ഇപ്പോഴും 18 കോടി രൂപയുടേത് 98 ലക്ഷത്തിന് വിറ്റു എന്നുള്ളത്, അത് ഗവൺമെന്റിന്റെ സ്വത്ത് തുച്ഛമായ വിലയ്ക്ക് കോഴ വാങ്ങിക്കൊണ്ട് കൈമാറി എന്നുള്ള ആക്ഷേപം ഞാൻ അന്ന് ഉന്നയിച്ചത് ശരിയായിട്ടുള്ള നിലയിൽ